അന്നത്തെ പരിപാടി ഇന്ന് നമ്മളെ ഒരു 300 ആൾക്കുള്ള മീൻകറി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സവോള കട്ട് ചെയ്യാം. നമുക്ക് കുറേ കാലം ഇങ്ങനെയൊക്കെ സവോള കിട്ടിയിട്ട്, പണ്ട് കല്യാണ പണിക്കൊക്കെ ഞങ്ങൾ അങ്ങനെ എന്തൊക്കെ പിന്നെ ഫുള്ള് മിഷീനല്ലേ, പിന്നെ വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടു. അപ്പോൾ സവോള റെഡി ഉണ്ട്. ഇനി നമുക്ക് അടുത്ത തക്കാളി ഇട്ടെടുക്കാം. നമ്മുടെ കട്ടിംഗ് ബോർഡ് സവോളയും കേട്ടോ. തക്കാളി നമുക്ക് കുറച്ച് മതി മീൻ കറിക്ക്. എന്താ വെച്ചാൽ ഓൾറെഡി പുളി ഒഴിക്കണമല്ലോ. പുളി ഒഴിക്കേണ്ടത് നമ്മൾ കുടംപുളി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പുളിയുള്ളതാണല്ലോ. അപ്പോൾ മീൻ കറിക്ക് നമ്മൾ സാധാരണ കുറച്ച് തക്കാളി എടുക്കാം കേട്ടോ. സന്ദർഭങ്ങളിൽ നമുക്ക് കട്ടിംഗ് ബോർഡ് കൈ വെക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ തീപ്പെട്ടിക്കൊള്ളി പോലെ കട്ട് ചെയ്യാം. അത് കിടക്കുന്ന കാണാനും അത് കടിക്കുമ്പോഴും മീൻ കറിക്കൊരു വേറൊരു ടേസ്റ്റാണ്. കുറച്ച് നമ്മൾ അരയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ സമയം കുറച്ച് കുറവായി, നമ്മൾ തുടങ്ങാൻ കുറച്ച് നേരം വൈകും. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇട്ടാവും, അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം കുറച്ച് നമ്മൾ അരിഞ്ഞു, അല്ല അരിയല്ല, കുറച്ച് നമ്മൾ ചതച്ചു. കണ്ടല്ലേ, വെളുത്തുള്ളി ഈ ടൈപ്പ് ആവണം. അപ്പോൾ അത് ഒന്ന് വാടിയ ഈ മീൻകറിയിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ അതിൻ്റെ. അപ്പോൾ ദേവതിരി വെട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുളി വെച്ചുകൊടുക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് വയ്യ. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ട് അതിന് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എല്ലാം പൊട്ടിയിട്ട് അപ്പൊ ഈ ചെറുള്ളി കൊടുക്കാം. നമ്മൾ നീളത്തിൽ അരിച്ചു വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി, നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്തുണ്ട്. അപ്പൊ ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നല്ല മാറട്ടെ. നമ്മുടെ ഉള്ളി നല്ല വഴണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം ടേസ്റ്റ് ആവണം. മാക്സിമം നല്ല ടേസ്റ്റ് ആയ മീൻകറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ഉണ്ടാവും. നല്ല പറ്റിക്കണം. അപ്പം നമ്മുടെ ഉള്ളി അത്യാവശ്യം നല്ലോണം ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തക്കാളി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി മീൻകറിക്ക് എപ്പോഴും കുറച്ച് എരിവ് അധികമായിട്ട് നിൽക്കണം കേട്ടോ. കുറച്ച് കാശ്മീരി മാറ്റിക്കണം. മല്ലിപ്പൊടി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യും മസാല. ഇതിൽ ഈ പൊടി ഇതിൽ വേണം. അത് ഇളക്കണ സമയത്ത് നല്ല ഇളക്കണം. അടി പിടിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് പുളി പിഴിഞ്ഞ് മാറ്റിയ വെള്ളം കേട്ടോ. ഇത് കുടംപുളി ഇട്ട വെള്ളം കേട്ടോ. ഇതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. ആ വെള്ളത്തിൻ്റെ ഇപ്പോൾ പുളിവെള്ളത്തിൻ്റെ ഒക്കെ മസാല ഫുള്ള് ചേരണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുക്കും. ഇങ്ങനെ ഒഴിക്കണം, ഇത് കട്ട് ചെയ്ത് നിൽക്കും. നല്ല ഇളക്കി കൊടുക്കും.
അപ്പം നമുക്കത് ഒന്ന് മൂടി വയ്ക്കാം, നല്ലോണം ഒന്ന് തിളക്കട്ടെ, നമുക്ക് കത്തിച്ചോളൂ. ഈ ഉള്ളിയും തക്കാളിയൊക്കെ കടന്ന് വെന്ത് കൂട്ടണം. മീൻ കറി കുറുകിയാലാണ് ചോറിന് ഒഴിച്ചങ്ങനെ നീങ്ങാൻ പാടില്ല. അപ്പൊ ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മളെ ചൂരമീനാണ് ഇട്ട് എടുത്തിട്ടുണ്ട് കറിയൊക്കെ. ഇത് 2 തിളച്ച നമ്മൾ മീൻ കറി സെറ്റ് ആവണ വരെയുള്ള പണിയുള്ള മീൻ കറിക്ക് ഒന്ന് കുറുകണം. ഇത് 2 തിളച്ച നമ്മുടെ മീൻ കറി റെഡി. നമ്മൾ മീനിട്ടു നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ കറി നല്ല തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ച് ഫിഷ് മസാല കൂടി ഇട്ടെടുക്കാം. ഫിഷ് മസാലയുടെ ആവശ്യമില്ല, അല്ലാതെ തന്നെ കഴിച്ച് നല്ല മണം, നല്ല ടേസ്റ്റാണ്. ഒരു പേരിന് ഇട്ടെടുക്കാന്ന് മാത്രം. അപ്പൊ നമ്മുടെ മീൻ കറി റെഡി ഉണ്ട്. നമുക്ക് ഇറക്കാം. ഇനി വല്ലാണ്ടിരുന്ന മീന് കടക്കാം. അപ്പൊ നമ്മള് മീൻ കറി കളിക്കാനാ കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിയെല്ലാം മൂത്തുണ്ടെങ്കിൽ വെജ് വേപ്പിൻ്റെ കൊടുക്കാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പണി ഫിനിഷിങ്, അവിടെ ചെറുള്ളി വേപ്പിനും കൂടി താളിച്ചത്. അപ്പം ആ എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ നാളേക്കുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണത്. നാളേക്കാകുമ്പോൾ ഈ മീനിലേക്ക് ഒന്നും കൂടി കയറും. ഒന്നും കൂടി കറി കുറുകി ഒന്നും കൂടി തിക്കാവും കറി. ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ അതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ഇനി നിങ്ങളുടെ ചാനലിൽ കാണാൻ പറ്റുന്ന, നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത അടിപൊളി ഐറ്റംസ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.